ഹലോ. ഹലോ, എല്ലാവർക്കും ഓഡിയബിൾ അല്ലേ അല്ലേ? ഓക്കെ. ഹലോ, എല്ലാവർക്കും ഓഡിയബിൾ അല്ലേ? ഇന്ന് രാവിലെ മെൻഷൻ ചെയ്യുന്ന ട്രേഡ്സ് ആരെങ്കിലും എടുത്തായിരുന്നോ? നമ്മളിന്നൊരു രാവിലെ ഒരു രണ്ടല്ല, ഒരു 3 ട്രേഡ് നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നന്ദു ഇന്നലെ ഡിസ്കസ് ചെയ്തൊരു മേജർ ട്രേഡും, അതായത് ഒരു 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഒരു ട്രേഡ് ഉണ്ടായിരുന്നു, ഒരു പുൾ ബാക്ക് ട്രേഡ്. അതുപോലെ തന്നെ ഒരു 1 മിനിറ്റ് ടൈം ഫ്രെയിമിലും നമ്മളൊരു ട്രേഡ് തന്നിരുന്നു. അപ്പോൾ 2-3 പേര് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്ത കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മീൻസ് നമുക്ക് ഇട്ട റെസ്പോൺസിന് പോസിറ്റീവായി തന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരു 2 ട്രേഡ് നന്നായിട്ട് കിട്ടിയായിരുന്നു. അതുപോലെ തേർഡ് ട്രേഡ് SL മേടിച്ചായിരുന്നു. ഓക്കെ, നമ്മുടെ SL കോസ്റ്റ് ആയിട്ട് തേർഡ് ട്രേഡ് SLും ഹിറ്റായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി ഒരു ഓവറോൾ അനാലിസിസ് നോക്കുന്ന ടൈമിൽ മാർക്കറ്റ് അത്യാവശ്യം നല്ല ബുള്ളിഷ്നെസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു 1 hour നോക്കുന്ന ടൈമിൽ നമുക്കിനി അടുത്തൊരു സെഷൻ്റെ ഒരു ഓൾമോസ്റ്റ് ഒരു ലിക്വിഡിറ്റി പൂളിലാണ് ഇപ്പോൾ കറൻ്റ് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഓൾമോസ്റ്റ് ഒരു അടുത്ത നെക്സ്റ്റ് ലിക്വിഡിറ്റി പൂളിന് അടുത്തേക്ക് മാർക്കറ്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മോസ്റ്റ്ലി ഇവിടെ നിന്നൊരു പുൾ ബാക്ക് വന്നതിന് ശേഷം, ഓക്കെ, അതായത് ഇവിടെ നിന്നൊരു റിയാക്ഷൻ കിട്ടി ഒരു സെല്ല് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഒരു പുൾ ബാക്ക് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു ഓൾമോസ്റ്റ് ഈ ഏരിയയിൽ വരുന്നൊരു പുൾ ബാക്കിൽ ഇനിയൊരു ബുള്ളിഷ് എടുക്കാം. ഇപ്പോൾ ഓവറോൾ ഗോൾഡിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ബുള്ളിഷ് വ്യൂ തന്നെയാണുള്ളത്. ഒരു ചെറിയ ഷോർട്ട് ടൈം ഫ്രെയിമിലേക്ക് നമുക്കൊരു പുൾ ബാക്ക് എക്സ്പെക്റ്റ് ചെയ്യാമെങ്കിലും ഒരു നല്ല ബുള്ളിഷ് മൂവ്മെൻറ്റ് തന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് ഒരു പുൾ ബാക്ക് വന്നതിന് ശേഷമൊക്കെ ഒരു ഓൾമോസ്റ്റ് ഈ ഒരു ലിക്വിഡിറ്റി പൂളിൽ നിന്ന് അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു റിയാക്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ ഡൗൺ സൈഡ് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ഒരുപക്ഷെ മേ ബി US ട്രേഡിംഗ് ടൈമിലോ അല്ലെങ്കിൽ മോർണിംഗ് ഏഷ്യൻ സെഷനിലോ ഒക്കെ ആയിരിക്കണം ആ ഒരു നെക്സ്റ്റ് മൂവ്മെൻറ്റ് വരാനുള്ള പോസിബിലിറ്റി വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു പുൾ ബാക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ സോണിൽ നിന്നൊരു പുൾ ബാക്ക് കിട്ടി താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, മാക്സിമം ഇവിടുന്ന് ഒരു പുൾ ബാക്ക് ട്രേഡ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇവിടുന്ന് ഒരു ബുള്ളിഷ് ട്രേഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അതും ഓൾമോസ്റ്റ് ഈ സോണിൽ നിന്ന് നമുക്കൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യണം. ഓക്കെ, ഇതൊരു 1 hour ടൈം ഫ്രെയിമിലാണ് ചാർട്ട് കിടക്കുന്നത്. അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് നമുക്കൊരു സസ്റ്റൈനബിൾ ആയിട്ട് മാർക്കറ്റ് കിട്ടുകയെന്നുണ്ടെങ്കിൽ, മീൻസ് ആ ഒരു മുകളിൽ കിടക്കുന്ന ലിക്വിഡിറ്റി സോണിൽ നിന്ന് ഗ്രാബ് ചെയ്ത് മാർക്കറ്റ് റിയാക്ട് ചെയ്ത് താഴേക്ക് വന്ന് ഒരു പുൾ ബാക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ബുള്ളിഷ് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഓക്കെ, ഇവിടുന്ന് ഒരു ബുള്ളിഷ് ട്രേഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പോസിബിലിറ്റി ഉണ്ട്. ഓൾമോസ്റ്റ് ഈ ഒരു ലിക്വിഡിറ്റി സോണും മീൻസ് റേറ്റസ്റ്റ്ലി ലിക്വിഡിറ്റി സോണും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഈ ഒരു പ്രീവിയസ് സോൺ ഹൈഡ് അല്ലെങ്കിൽ ഒരു ഓൾ ടൈം ഹൈഡ് മുകളിലേക്കൊക്കെ ബ്രേക്ക് ചെയ്യാനുള്ള എല്ലാ പോസിബിലിറ്റീസും കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രേഡിംഗ് സെറ്റപ്പ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി ഈ ഒരു അപ്പ് മൂവ്മെൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അത് ക്യാപ്ചർ ചെയ്യാനായിട്ടായിരിക്കും കൂടുതൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രേഡിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത് തരാം കേട്ടോ. ബാക്കിയുള്ള മേജറായിട്ടുള്ള അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ലെവലുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ നമുക്ക് മേജർ ന്യൂസ് വരുന്നത് അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ ഡാറ്റ വരുന്നുണ്ട്. ഓക്കെ, ഫോറക്സ് ഫാക്ടറിൽ നോക്കുന്നുണ്ടെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് ഡാറ്റ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അതിനൊരു റിയാക്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ആ ഒരു ടൈമിൽ ട്രേഡ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ബെറ്റർ. ഇപ്പോൾ കറൻ്റ് 15 മിനിറ്റിലാണല്ലോ ചാർട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു 15 മിനിറ്റിൽ നമുക്ക് മുകളിൽ നിന്ന് റിയാക്ഷൻ താഴെ വന്നൊരു ബൗൺസ് ബാക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ മാത്രം ഒരു ബുള്ളിഷ് ട്രേഡ് പ്ലാൻ ചെയ്താൽ മതിയായിരിക്കും.
ഓക്കെ, അതായിരിക്കും കുറച്ചുകൂടെ റിസ്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. കാരണം ഈ ഇൻ കേസ് ഈ ന്യൂസിൽ നല്ല റിയാക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ മേ ബി സഡൻ ആയിട്ട് മുകളിലേക്ക് പോകാനോ ഇൻ കേസ് അല്ല താഴേക്ക് വന്ന് മേ ബി ഈ ലെവലിൽ സസ്റ്റെയിൻ ചെയ്ത് കൊള്ളണമെന്നില്ല. ഓക്കെ, നമ്മുടെ റിവ്യൂ പ്രകാരം ഈ ലെവലിൽ നിന്ന് സസ്റ്റെയിൻ ചെയ്ത് ഒരു ബുള്ളിഷ് ട്രേഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ട്രേഡ് ക്യാച്ച് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ടാർഗറ്റ് ഈ ഒരു ലിക്വിഡിറ്റി സോണിലേക്ക് ഒരു $4,620 ആ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് ഫസ്റ്റ് ടാർഗറ്റും, സെക്കൻഡ് ടാർഗറ്റായിട്ട് ഒരു ഓൾ ടൈം ഹൈ റേഞ്ചും സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, ഈ ഒരു പുൾ ബാക്ക് നല്ല പുൾ ബാക്കായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരു നെക്സ്റ്റ് ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ അത് ഒരുപക്ഷെ ഏഷ്യൻ സെഷനിലോ അല്ലെങ്കിൽ മേ ബി നെക്സ്റ്റ് ലണ്ടൻ സെഷനിലൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ കംപ്ലീറ്റ് ആവാനുള്ള പോസിബിലിറ്റി. ഓക്കെ, പിന്നെ ചെറിയ ഷോർട്ട് ട്രേഡുകൾ, അതായത് ചെറിയ ടൈം ഫ്രെയിമിലൊക്കെ ട്രേഡ് ചെയ്യണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് ആ ഒരു ഡിമാൻഡ് ഏരിയയിൽ നിന്ന് ചെറിയ റിജക്ഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിമാൻഡ് സോണിൽ നിന്ന് വൺസ് ഒരു പുൾ ബാക്ക് കൂടെ കിട്ടിയിട്ട് ഒരു റിജക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് എൻട്രി എടുക്കാം. ഒരു 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഒരു ഷോർട്ട് എൻട്രിക്കുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഒരു 1:2.5 റിസ്ക് റിവാർഡ് കിട്ടുന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രേഡിൻ്റെ ലോജിക് എന്ന് പറയുന്നത് ഒരു റിവേഴ്സിലൂടെ, ഓക്കെ ഇപ്പോൾ ട്രേഡ് എൻട്രി ചെയ്യാനുള്ള ടൈമായിട്ടില്ല, വൺസ് ഓൺലി ഒരു റിവേഴ്സിലൂടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ട്രേഡ് പുഷ് ചെയ്യാം. ഓക്കെ, ഒരു റീടെസ്റ്റൂടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം. ഈ പിക്ചർ ഒന്ന് ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. നല്ല രീതിയിൽ സ്റ്റോക്ക് അവിടെ നിന്ന് റിയാക്ട് ചെയ്ത് താഴേക്ക് വരുന്നുണ്ട്. ഒരു ബൗൺസ് ബാക്ക് കിട്ടി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ബൈയിങ് ഏരിയ. ഓക്കെ, ഓൾമോസ്റ്റ് ഒരു എൻട്രി അറ്റ് ഓക്കെ, ഒരു റീടെസ്റ്റ് കിട്ടുകയെന്നുണ്ടെങ്കിൽ മാത്രം എൻട്രി എടുക്കുക. ഓക്കെ, ഇതിപ്പം സഡനായിട്ട് ഫാള് വന്നു പോയി, നമ്മളൊരു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഫാള് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു റീടെസ്റ്റ് കിട്ടുകയെന്നുണ്ടെങ്കിൽ മാത്രം എൻട്രി എടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ട്രേഡ് അവോയ്ഡ് ചെയ്യാം കേട്ടോ. കുഴപ്പമില്ല, സഡനായിട്ട് മാർക്കറ്റ് ഫാളോ ആവുന്നുണ്ട്, ഒരു റീടെസ്റ്റ് കിട്ടി നമുക്കൊരു എൻട്രി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം എൻട്രി എടുക്കാം. ഓക്കെ,
ഓക്കെ. 2 മിസ്സായി പോയി കേട്ടോ. കുറച്ച് ക്വിക്ക് ആയിട്ടുള്ള ഇതായിരുന്നു. വൺസ് റീടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ട്രേഡ് എൻട്രി ചെയ്താൽ മതിയേ. റീടെസ്റ്റ് ചെയ്ത് നമ്മുടെ ബൈ ഏരിയയിൽ വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എൻട്രി എടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യുക ട്രേഡ്. ഓക്കെ. ഗോൾഡിൽ അത്യാവശ്യം 1 മിനിറ്റിൽ നല്ല സ്കാൽപ്പിംഗ് എൻട്രീസ് കിട്ടും കേട്ടോ. അപ്പോൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ഉള്ള സ്ട്രാറ്റജീസ് യൂസ് ചെയ്യേണ്ട. ജസ്റ്റ് ഓരോ സ്വിങ് ഹൈ അല്ലെങ്കിൽ സ്വിങ് ലോകൾ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് മാർക്കറ്റ് ഒരു സ്വിങ് ഹൈയിൽ നിന്ന് ഒരു റിജക്ഷൻ കിട്ടുന്ന ടൈമിൽ നിങ്ങൾക്കൊരു താഴത്തെ സ്വിങ് ലോ വരെയൊക്കെ ഒരു ടാർഗറ്റ് വെക്കാം. ഓക്കെ. അപ്പോൾ ആ ഒരു സിമ്പിൾ ബേസിക് ആയിട്ടുള്ള പ്രൈസ് ആക്ഷനിലാണ് ഇപ്പോൾ ഒരു എൻട്രി പറഞ്ഞേക്കുന്നത്. അത് കുറച്ച് പെട്ടെന്ന് റിയാക്ഷൻ കിട്ടി. സഡൻലി ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ റിയാക്ഷൻ വന്നുപോയി. ഓക്കെ. അപ്പോൾ ഒരു റീടെസ്റ്റ് കിട്ടുകയെന്നുണ്ടെങ്കിൽ മാത്രം നമുക്കൊരു എൻട്രി എടുക്കാം. ഓക്കെ. കുറച്ച് ക്വിക്കായിരിക്കും ഒരു പക്ഷേ കിട്ടുകയെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒരു ലിമിറ്റ് ഓർഡർ ഇട്ട് വെക്കുന്നതായിരിക്കും ഒരു പക്ഷേ ബെറ്റർ. ഇവിടുന്നൊരു റീട്രേസ്മെൻറ്റ് കിട്ടി താഴേക്ക് വരാന്നുണ്ടെങ്കിൽ മാത്രം എൻട്രി എടുക്കാം. ഓക്കെ. മാക്സിമം ഒരു മാർക്കറ്റ് ഓർഡറിൽ എൻട്രി എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കുന്നതായിരിക്കും ബെറ്റർ. ചെറിയ പുൾ ബാക്ക് വരുന്നുണ്ട്. ആ ഒരു പുൾ ബാക്ക് നമുക്ക് അവിടെ നിന്ന് ഒരു റീടെസ്റ്റ് കിട്ടാന്നുണ്ടെങ്കിൽ മാത്രം എൻട്രി എടുത്താലും മതി കേട്ടോ. ചാടി കയറി എൻട്രി എടുക്കണ്ട.
ഒരു ചെറിയ പുൾ ബാക്ക് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു പുൾ ബാക്കിൽ നമുക്ക് എൻട്രി കിട്ടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ എൻട്രി എടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവോയ്ഡ് ചെയ്യാം കേട്ടോ ട്രേഡ്. 4621.3 അറൗണ്ട് പ്രൈസ് വെച്ചിരുന്നാൽ മതി. ആ ഒരു പ്രൈസ് റേഞ്ചിൽ എൻട്രി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, അതുപോലെ SL കറക്റ്റായിട്ട് ഒന്ന് കീപ്പ് ചെയ്യാം. അപ്പോൾ SL വെച്ച ലെവൽ എന്ന് പറയുമ്പോൾ ഓക്കെ, SL വരുന്ന ഓൾമോസ്റ്റ് റേഞ്ചാണ്. SL ആയിട്ടൊരു 4624. ഓക്കെ, 624 ആയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ SL ചാർട്ട് ചെയ്യുന്ന റീഡ് ചെയ്ത് എടുത്തേക്കണേ. SL ഞാൻ വെച്ച് മെൻഷൻ ചെയ്തില്ലേ. SL 4624.2 വെച്ചിരുന്നാൽ മതി SL ആയിട്ട്. ടാർഗറ്റ് നമ്മളൊരു ക്ലോസ് ടു 1:2.5 അറൗണ്ട് ഒരു 1:2 എടുത്താലും മതി. 1:2 അല്ലെങ്കിൽ 1:2.5. അപ്പോൾ അത് നിങ്ങളുടെ ഒരു രീതിയിൽ എടുത്തിരുന്നാൽ മതി. ഞാനൊരു ടാർഗറ്റ് വെക്കുന്നത് 4614.5. എൻട്രി ആയിട്ടില്ല. ആ ഒരു പുൾ ബാക്ക് അവിടം വരെ നമുക്ക് എത്തിയില്ല. ഒന്നുകൂടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഒരു നെക്സ്റ്റ് പുൾ ബാക്ക് കൂടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻട്രി ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ആയിക്കോളും. ഓക്കെ, അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കാം. ട്രേഡ് എക്സിക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ.
ഫസ്റ്റ് എൻട്രി നമുക്ക് മിസ്സായിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് എൻട്രി ഓൾമോസ്റ്റ് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ ഒരു സെക്കൻഡ് എൻട്രി ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു സെക്കൻഡ് എൻട്രി ഫുള്ള് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ബ്രേക്ക് ഡൗൺ വന്ന് ഓൺലി ഒരു റീടെസ്റ്റിൽ മാത്രമേ അത് എടുക്കാവുള്ളൂ കേട്ടോ. അത് എക്സിക്യൂട്ട് ചെയ്യാവൂ. ഓക്കെ, ഒരു സെക്കൻഡ് എൻട്രി ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഫസ്റ്റ് എൻട്രി കുറച്ച് സ്പീഡ് കൂടിപ്പോയി. വല്ലാണ്ട് നമ്മൾ ജസ്റ്റ് ആ ഒരു പിക്ചർ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തന്ന ടൈമിൽ തന്നെ അത് മാർക്കറ്റ് ഫോൾ ആയിരുന്നു. ഓക്കെ, ഒരു റീടെസ്റ്റും എൻട്രി പോയിന്റിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഇനി ഒരു സെക്കൻഡ് എൻട്രിക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, സെക്കൻഡ് എൻട്രി ആ ഒരു സോണിൽ താഴേക്ക് ബ്രേക്ക് ചെയ്ത് ഒരു റീടെസ്റ്റ് എടുക്കാന്നിട്ട് മാത്രം ട്രേഡ് എക്സിക്യൂട്ട് ചെയ്താൽ മതി. ജസ്റ്റ് ഇതേപോലെ തന്നെ എൻട്രി ഇട്ട് വെക്കുന്നതായിരിക്കും നല്ല. അതായത് ഫസ്റ്റ് ഒരു ബ്രേക്ക് ഡൗൺ വന്നതിന് ശേഷം റീടെസ്റ്റിൽ വേണം എൻട്രി എടുക്കാനായിട്ട്. ബ്രേക്ക് ഡൗണിൽ എടുക്കില്ല. കാരണം ബ്രേക്ക് ഡൗൺ വന്ന് ഒരു പക്ഷേ അത് ഇനഫ് അപ്സൈഡിലേക്കുള്ള ലിക്വിഡിറ്റി കിട്ടി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ടാർഗറ്റ് ഇതാണ്ട് ഹിറ്റ് ഒരു 99% ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ട്. ബട്ട് ആ എൻട്രി മിസ്സായി പോയി. കുഴപ്പമില്ല. ഈ സെക്കൻഡ് എൻട്രി എല്ലാവരും ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചോളൂ കേട്ടോ. സെക്കൻഡ് എൻട്രി കിട്ടുകയെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓൺലി ആഫ്റ്റർ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഒരു റീടെസ്റ്റിൽ മാത്രമേ എൻട്രി എടുക്കാവേ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. റീടെസ്റ്റിൽ എൻട്രി എടുക്കുന്ന കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒരു ചെറിയ കാര്യം കൂടെ ഉണ്ട്. 1 മിനിറ്റിലാണ് ഇപ്പോൾ നമ്മൾ ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് ക്വിക്കായിരിക്കും കേട്ടോ റിയാക്ഷനൊക്കെ. അപ്പോൾ ബ്രേക്ക് ഡൗൺ ചെയ്തതിന് ശേഷം മാത്രം എൻട്രി ഇട്ട് വെച്ച് ഇരുന്നാൽ മതി.
ഹലോ, നമ്മുടെ ലൈവ് ഇന്ത്യയാണ് ഫോറക്സിൻ്റെ. അപ്പോൾ ഈ ഇട്ടേക്കുന്ന എൻട്രി പ്രകാരം ഒരു ബ്രേക്ക് ഡൗൺ കിട്ടി റീടെസ്റ്റ് കിട്ടുക എന്നുണ്ടെങ്കിൽ മാത്രം എൻട്രി പോവുക കേട്ടോ. അതിൽ ടാർഗറ്റ് വെച്ചേക്കുന്നത് ഒരു 1:2 2.5 റിസ്ക് റിവാർഡിലാണ്. അപ്പോൾ ഒരു മിനിമം 2 എങ്കിലും അച്ചീവ് ആയി കഴിഞ്ഞാൽ മീൻസ് സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്യുക. ഓക്കെ, ഒന്നെങ്കിൽ 1:2 ഇറങ്ങുക, അല്ലെങ്കിൽ 2.5 അച്ചീവ് ചെയ്യുക. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ലൈവ് എൻഡ് ചെയ്യാൻ ഇന്നത്തേൽ. അപ്പോൾ നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ ട്രേഡ് എടുത്ത എൻട്രി ആരെങ്കിലുമൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ ഒരു റിപ്പോർട്ടൊന്ന് നമുക്ക് ഷെയർ ചെയ്ത് തരണേ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ലൈവിൽ കാണാവേ. മാക്സിമം നാളെ ലൈവ് വരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ലൈവ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ലൈവ് എൻഡ് ചെയ്യാനേ. ഓക്കെ, ശരി.